വളരെ ശരത്തുടനെ ശരത്തിനോട് അരുൺ പറയും, പിന്നെ സെബാസ്റ്റിനുമായിട്ട് ഞാൻ കൂട്ടുകൂടിയിട്ട് ഞാൻ നന്നായി കേട്ടാ. ആ ഇത് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര ആശ്വാസമാണ് എനിക്ക്. ഞാൻ കോളറൊക്കെ പൊക്കി ആ ഒരു കാര്യം അല്ല, നമ്മളതിനകത്ത് വഴങ്ങിക്കൊടുത്തിട്ട് നമുക്കും ദോഷം വന്നില്ലേ? നമുക്കും ദോഷം വരികയും ഇവര് ഈ എന്തോ അത് നമ്മൾ ഈ വെൽവിഷറിൻ്റെ അണ്ടറിലാണ് എനിക്കൊരു റിഫോർമേഷൻ ഉണ്ടായത്. ഞാൻ മോട്ടിവേറ്റഡായി, ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ അരുണുമായിട്ടുള്ള ബന്ധത്തിൽ പിന്നെ എൻ്റെ ജോലി എന്താണ്? എൻ്റെ ജോലി അരുണിന് പ്രൊപ്പഗാൻഡ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ശ്രദ്ധ എങ്ങോട്ട് പോയി? എൻ്റെ ശ്രദ്ധ എൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിന് പകരം അരുണിന് പ്രൊപ്പഗാൻഡ, ഇതൊരു നല്ലൊരു ടീമാണ്, ഇതൊരു ഓർഗനൈസേഷനാണ്, അരുൺ എന്ന് പറയുന്ന ഒരാളുമായിട്ട് നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും. പിന്നെ കംപ്ലീറ്റ് അരുൺമയമാണ്, അരുണിസമാണ് പിന്നെ നടത്തുന്നത്. നിങ്ങളെ കണ്ട് അതെ അവസാനം നശിച്ചു പോകത്തില്ല. അത് തന്നെയല്ലേ ഇവിടുത്തെ ദൈവഭക്തി മുഴുവനും. ഇവിടുത്തെ ഭക്തി മുഴുവൻ അതുകൊണ്ടാണ് അങ്ങനെയാണ് കിടക്കുന്നത്. മനുഷ്യരിലുള്ള സവിശേഷത തുടരുന്നതിന് പകരം തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നെന്നും പറഞ്ഞ് മനുഷ്യനിൽ ദൈവമില്ല, തൂണിലും തുരുമ്പിലേ ഉള്ള. നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി നമ്മളിലാണുള്ളത്. അതിൻ്റെ തൂണിലും തുരുമ്പിലും ഇരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മളതിൻ്റെ പുറകെ ഓടി കിടക്കുകയാണ്. നമ്മളിലാണ് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയുള്ളത്. അല്ലേ? അതെ. അപ്പം നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഇത് അരുൺ ഡിസൈൻ ചെയ്തതാണോ? അല്ല. അല്ല, നമ്മളുടെ ഭാഗമായിട്ടുള്ളത് എല്ലാം ആണല്ലേ, നമ്മൾ തീരുമാനം എടുക്കണ്ടല്ലേ അതിന്. നമ്മൾ തീരുമാനിച്ചിട്ടാണ് ഈ തൂണും തുരുമ്പും എല്ലാം അവിടെ നിൽക്കുന്നത്. അല്ല, നമ്മൾ ശ്രദ്ധ എവിടെ വേണം? നമ്മളിൽ വേണം ശ്രദ്ധ. നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണ്? അത് വളരെ വൃത്തിയായിട്ട് അനുഭവിക്കണം. അത്രയല്ലേ ഉള്ളൂ നമ്മളുടെ ആവശ്യം. അതെ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അത് നമ്മളെ ചലിപ്പിക്കുന്നത് വൃത്തിയായിട്ട് അറിയുക, അനുഭവിക്കുക, തുടരുക. അല്ലാണ്ട് അവിടെ വേറെ യാതൊരു കാര്യമില്ല. എല്ലാ മനുഷ്യരിലും ജീവജാലങ്ങളിലും അതങ്ങനെയാണ്. ആവശ്യമില്ലാർക്കും ഒന്നും തന്നെ. ഇതെവിടെയാണ് ഇത് തെറ്റുന്നത്? എവിടെയാണ് ലൈംഗിക ആസക്തി വരുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. ലൈംഗികമായിട്ടൊരു മോഹം ശരീരത്തിൽ കിടപ്പുണ്ടെങ്കിൽ എന്താണ് ഈ ലൈംഗികത ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിക്കണം. ലൈംഗികതയും ലൈംഗികതയുമായിട്ട് അനുബന്ധമായിട്ട് കിടക്കുന്ന ഒത്തിരി ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ശരീരത്തിന് ഒരിക്കലും തന്നെത്താൻ നേരെ ചൊവ്വേ കൊണ്ടുപോകുവാനുള്ള തീരുമാനമെടുക്കാൻ ശരീരത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള അവസ്ഥയ്ക്ക് സാധ്യമല്ല. എന്നാൽ അതേ ശരീരത്തിൻ്റെ തന്നെ ആന്തരിക പ്രവർത്തനവുമായിട്ടുള്ള ബന്ധം ഉണർന്നാൽ കഥ മാറി, അവിടെ കളിയും ചിരിയും മാറും. കാരണം ഈ അതേ ശരീരത്തിൻ്റെ തന്നെ ബാഹ്യമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് കളഞ്ഞാൽ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ശരീരത്തിൻ്റെ പവിത്രമായിട്ടുള്ള പ്രവർത്തന മേഖലയാണ് ഉണർന്നു വരുന്നത്. എല്ലാവരും ശരീരത്തെ ഒഴിവാക്കാൻ പറയും. കാരണം ശരീരത്തിൻ്റെ ബാഹ്യ അവസ്ഥ കണ്ടിട്ടാണ് ഒഴിവാക്കാൻ പറഞ്ഞത്. അതോടുകൂടി മൊത്തം പോയി. മനസ്സിലായി?
ശരീരത്തിൻ്റെ വളരെ ബാഹ്യമായിട്ടുള്ള അവസ്ഥയെ ഈ പ്രകടിപ്പിക്കുന്ന ലൈംഗിക ആസക്തികളും ഇതിരാസക്തികളും സ്വപ്നങ്ങളും ഇതെല്ലാം നമ്മൾക്ക് പ്രതികൂലമാണ്. പക്ഷേ ഇത് നീക്കം ചെയ്താലാണ് അതിൻ്റെ നിധി ഉള്ളിലിരിക്കുന്ന ഭാഗം. പക്ഷെ ആദ്യമേ ശരീരം ഉപേക്ഷിക്കും, ശരീരം കൊള്ളത്തില്ല. കാരണം ഇതിൻ്റെ പുറം പാട കണ്ടിട്ടാണ് ശരീരം കൊള്ളത്തില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് മൊത്തം ശരീരം അങ്ങോട്ട് ഉപേക്ഷിക്കല, തീർന്ന്. ഈ പുറമേ കാണുന്ന വൃത്തികേട് മാറ്റിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ആ ഉന്മയും ചൈതന്യവും ഒക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇതൊന്നും മാറ്റണ്ടേ? ഇതൊന്നും മാറ്റിയാലേ കാണത്തുള്ളൂ. ഇത് മാറ്റത്തില്ല. ഇത് മാറ്റിയാൽ കാണുന്ന കാര്യങ്ങളാണ് മിക്ക ഗ്രന്ഥത്തിലും എഴുതി വച്ചിരിക്കുന്നത്. ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര ദിവ്യമായിട്ടുള്ളത്. എവിടെയാണ് ഇത് ദിവ്യമായിട്ട് പ്രവർത്തിക്കുന്നത്? നമ്മളിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിൽ തന്നെയാണ് ഇതുള്ളത്, അല്ലാണ്ട് നമ്മളിൽ നിന്ന് അന്യമല്ല. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് തേച്ച് കഴുകിയാൽ മാത്രമേ ഇത് തെളിഞ്ഞു വരത്തുള്ളൂ. വേറെ വൃത്തിയായിട്ട് തേച്ച് കഴുകണം. എന്ത് കഴുകണം? ശരീരം കഴുകണം. അത് കഴുകത്തില്ല. അതെൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കും. എന്നിട്ട് ഒരു ഗുരുവിനെ കിട്ടി കിടക്കണം. ഒരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ ഇവിടുത്തെ